ഹായ് ഗൈസ്, എൻ്റെ പേര് അഞ്ജു. ഞാനൊരു രജിസ്റ്റേർഡ് നേഴ്സാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ്. ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ ബിഗ് അനുഭവം തന്നെയാണ്. ഞാൻ 2014 ആദ്യമായിട്ട് ജോലിക്ക് കയറുന്നത്. അതിനുശേഷം 2015 ആയപ്പോൾ എനിക്ക് IELTS എന്ന് പറഞ്ഞൊരു മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചു. ആ സമയത്ത് IELTS മാത്രമേ അധികമായിട്ടുള്ളൂ. OET ഞാൻ അധികം കേട്ടിട്ടില്ല. എല്ലായിടത്തും അങ്ങനെ അക്സെപ്റ്റഡ് ആയിട്ടില്ല OET. അങ്ങനെ ഞാൻ IELTS പഠിക്കാൻ തീരുമാനിച്ചു. IELTS പഠിച്ചു. ഇംഗ്ലീഷ് ഞാൻ വളരെ ലോ ആയിരുന്നു. ഞാൻ ഇംഗ്ലീഷ് IELTS പഠിച്ചു. പക്ഷേ ഞാൻ എക്സാം എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് 6.5 കിട്ടത്തുള്ളൂ. ഞാൻ അറൗണ്ട് ഒരു 4 തവണ IELTS എഴുതി. ആദ്യത്തെ 2 തവണ എനിക്ക് എല്ലാ മൊഡ്യൂളിലും 6.5. പിന്നെ എഴുതുമ്പോൾ എനിക്ക് ലിസണിങ് കയറാൻ തുടങ്ങി, റൈറ്റിംഗ് കയറാൻ തുടങ്ങി. സ്പീക്കിംഗ് 6.5 തന്നെ കിട്ടത്തുള്ളൂ. എനിക്കറിയില്ല, ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണോ എന്താണെന്നറിയില്ല. പക്ഷേ എൻ്റെ റീഡിങ് എപ്പോഴും 6. അത് കയറത്തേ ഇല്ല. ഞാനങ്ങനെ അത് ഉപേക്ഷിച്ചു. ആ മോഹം അങ്ങ് ഉപേക്ഷിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സൗദി MOH കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ഓർത്ത് എന്നാൽ സൗദിക്ക് പോയി 2021 സൗദിക്ക് പോകുന്നത്. ആ സമയത്ത് അത്യാവശ്യം OET നല്ല ഹൈക്കായി നിൽക്കുന്ന സമയമാണ്. അങ്ങനെ ഞാൻ OET പഠിച്ചു. ഒരു 2022 ആയപ്പോൾ ഞാൻ OETക്ക് ഫസ്റ്റ് ഡേറ്റ് എടുത്തു. സ്വന്തമായി ഏൺ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത്യാവശ്യം നമുക്ക് OETക്ക് വലിയ ബേർഡനായിട്ട് തോന്നിയില്ല. അങ്ങനെ OET ഡേറ്റ് എടുത്തു. OET എക്സാം എഴുതി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഫസ്റ്റ് OET എക്സാം ഡേറ്റിൻ്റെ അന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നൊരു ദിവസമായിരുന്നു. അങ്ങനെ എൻ്റെ സ്കോർ വന്ന് എല്ലാം C+ ആയിപ്പോയി. അങ്ങനെ എനിക്ക് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നേരെ എഗെയിൻ താമസിക്കാതെ അടുത്തൊരു ഡേറ്റ് എടുത്തു. ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്ന സമയത്തായിരുന്നു ആ ഡേറ്റ് എടുത്തത്. അങ്ങനെ പോയി ഡേറ്റ് എടുത്തു. എക്സാം എഴുതി. എക്സാം ഭയങ്കര ടഫായിരുന്നു. റിസൾട്ട് വരുന്ന ദിവസം സൗദി അറേബ്യയിൽ ഡ്യൂട്ടിക്ക് കയറിയ സമയത്തായിരുന്നു. റിസൾട്ട് ഫോണിൽ വന്നു, ഒന്ന് മെയിൽ വന്നു. ആരും കാണാത്തൊരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തുറന്നു നോക്കിയപ്പോൾ 3 Bയും 1 C+. ഏതാണ് C+ എന്ന് പോലും എനിക്കറിയില്ല. ഞാൻ വളരെ ഞെട്ടിപ്പോയി. ഞാൻ ഓർത്ത് ഐർലൈൻ സ്കോറെങ്കിലും ആയല്ലോ എന്നോർത്ത് തുറന്ന് നോക്കിയപ്പോൾ റൈറ്റിങ്ങിനാണ് C+ കിട്ടിയത്. എന്നാൽ ഓക്കെ, 3 കൺട്രീസ് നമുക്ക് നോക്കാം. UK, അയർലൻഡ്, ന്യൂസിലാൻഡ് ഏതെങ്കിലും നോക്കാനുള്ളൊരു സ്കോറായി. അങ്ങനെ വളരെ സന്തോഷമായി. കാരണം ഇത്രയും വർഷത്തെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് കയ്യിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് ഒത്തിരി ആൾക്കാർ ഉപദേശം തന്നു. ഇറ്റ്സ് ബെറ്റർ ടു ഗോ ന്യൂസിലാൻഡ് റാദർ ദാൻ UK ഓർ അയർലൻഡ്. അപ്പോൾ ഞാനും ചിന്തിച്ചു, ശരിയാണ്, എന്നാൽ ന്യൂസിലാൻഡ് ചെയ്യാം. ആ സമയത്ത് എല്ലാം ന്യൂസിലാൻഡ് നന്നായിട്ട് ആൾക്കാരെടുക്കുന്ന സമയമാണ്. UK ഈസ് ഓപ്പൺ, അയർലൻഡ് ഓപ്പണാണ്, എല്ലാം ഓപ്പണാണ്. അങ്ങനെ ഞാൻ എൻ്റെ ന്യൂസിലാൻഡിൻ്റെ പേപ്പർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ന്യൂസിലാൻഡ് പേപ്പർ വർക്ക് ഒരു മിഡിലായപ്പോൾ ഞാൻ അറിയാൻ കഴിഞ്ഞു ന്യൂസിലാൻഡ് അടച്ചു പൂട്ടുകയാണ്, ക്ലോസ് ചെയ്യുവാണ്. അവിടെ ന്യൂസിലാൻഡിൽ ആളെ എടുക്കുന്നില്ല. അവിടെ ക്യാപ്പ് കഴിഞ്ഞവർക്കൊന്നും ജോലി ഇല്ലാതെ തിരിച്ചു വരുന്നൊരവസ്ഥയാണ്. അപ്പം നമ്മൾ അറൗണ്ട് നല്ലൊരു എമൗണ്ട് ഇതിലോട്ട് ഇട്ട് നമ്മൾ ഏകദേശം പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, CGFNS ഒക്കെ കഴിഞ്ഞു, വെയിറ്റിംഗ് ആണ്. അങ്ങനെ 2 കൽപ്പിച്ച് ക്യാപ്പിന് വന്നു. ക്യാപ്പ് ചെയ്ത് കഴിഞ്ഞ് ഒത്തിരി അപ്ലൈ ചെയ്തു. ബട്ട് എവിടെയും കിട്ടിയില്ല. അങ്ങനെ ക്യാപ്പ് ചെയ്ത സമയത്താണ് എനിക്കറിയാൻ കഴിഞ്ഞത് ന്യൂസിലാൻഡ് APC ഉള്ളവർക്ക് നമ്മുടെ ഓസ്ട്രേലിയയുടെ അപ്ര രജിസ്ട്രേഷൻ കിട്ടാൻ എളുപ്പമാണ്. TTMR പാത്വേ വഴി നമുക്ക് കിട്ടുമെന്ന്. അപ്പം എന്നാൽ ശരി, അത് ചെയ്യാമെന്നോർത്തു. അങ്ങനെ ഒരു $500 അടച്ചാൽ മാത്രം മതി. അങ്ങനെ അത് അടച്ചു. അപ്പുറം എടുത്തിട്ട് വീട്ടിൽ പോയി. കാരണം ന്യൂസിലാൻഡിൽ നിൽക്കാന്നുള്ളത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന കാര്യമില്ല. പട്ടിണി കിടക്കാൻ 50,000 രൂപയെങ്കിലും വേണം. അങ്ങനെ നാട്ടിൽ ചെല്ലുമ്പോൾ വീട്ടിലൊരു എമർജൻസി ഉണ്ടായിരുന്നു. അനിയനൊരു ആക്സിഡൻ്റൊക്കെ ആയിട്ട് അവൻ്റെ ഇടത് കാല് മുറിച്ച് കളഞ്ഞു. അവനൊരു ഡോക്ടറാണ്. അങ്ങനെ നേരെ കിംസിലോട്ടാണ് ചെല്ലുന്നത്. അങ്ങനെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി അപ്പോഴാണ് ഞാൻ അനുഭവിച്ചത്. അങ്ങനെ അവിടെ നിന്ന് അവനെ കുറച്ച് നോക്കി. എൻ്റെ വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ലായിരുന്നു. ഞാൻ നാട്ടിൽ കാല് കുത്തിയെങ്കിലും ഒരു 2 months കഴിഞ്ഞാണ് വീട്ടിൽ പോകുന്നത്. കാരണം 2.5 months നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു.
ഒരുവിധം അതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവറായി വരുന്ന സമയത്താണ് എന്നാൽ പിന്നെ ഈ അപ്പുറം കൊണ്ട് വല്ലതും നടക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ 482 അപ്ലൈ ചെയ്തു എംപ്ലോയർ സ്പോൺസർഷിപ്പ്. പക്ഷേ ഒരു 2-3 ഇൻ്റർവ്യൂസ് കിട്ടി. ബട്ട് ഇൻ്റർവ്യൂസ് മാത്രമേ കിട്ടുകയുള്ളൂ, ജോബ് കിട്ടിയില്ല. എല്ലാം റിജക്ഷൻ. അപ്ലൈ ചെയ്യുന്ന എല്ലാം റിജക്ഷൻ. എല്ലാ ദിവസവും കുത്തിയിരുന്ന് അപ്ലൈ ചെയ്യും. എനിക്കറിയില്ല എന്തോരം ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എല്ലാം അപ്ലൈ ചെയ്യും, എല്ലാ റിജക്ഷനും വരും. അങ്ങനെ ജീവിതം മടുത്തിരിക്കുമ്പോഴാണ് ഇങ്ങനെ അറിഞ്ഞത് നമുക്ക് PR ഓപ്ഷനുണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ പോയിൻറ്റ്സ് കളക്ട് ചെയ്ത് നോക്കിയപ്പോൾ 189 എനിക്ക് പോയിൻ്റ് ഇല്ല. 60 പോയിൻ്റുള്ള ഗൈസ്, 65 വേണം. 190ക്ക് കറക്റ്റ് 65 പോയിൻ്റായിരുന്നു. അപ്പോൾ അത് വിട്ടു. 491 75 ഉണ്ട്. അപ്പോൾ അത് വിട്ടു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 2025 ഏപ്രിലാണ് ഇത് നമ്മുടെ ആൻമാക്ക് എല്ലാം ഫിനിഷായി കഴിഞ്ഞ് ആദ്യമായിട്ട് EOI വയ്ക്കുന്നത്. അങ്ങനെ അതായത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ്, അത് ഒരു 2 സ്റ്റേറ്റ് വയ്ക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുള്ളായിരുന്നു ഗൈസ്. അങ്ങനെ ഞാൻ ക്യൂൻസ്ലാൻഡും വിക്ടോറിയയാണ് വെച്ചത്. എനിക്കൊരു 12 ഡേയ്സിനുള്ളിൽ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. എനിക്കറിയില്ല, അത് മാത്രമാണ് എൻ്റെ ഈ പ്രോസസ്സിൽ പെട്ടെന്ന് നടന്നേക്കണ കാര്യം. ബാക്കി എല്ലാം ലൈക്ക് ടോർട്ടോയ്സ് ആയിരുന്നു. എന്നിട്ട് കിട്ടി, ഇൻവിറ്റേഷൻ കിട്ടി. അപ്പം എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് ഇൻവിറ്റേഷൻ കിട്ടിയാൽ എങ്ങനെ പോയാലും ഒരു 4 to 5 മന്തിനുള്ളിൽ വിസ ഗ്രാൻഡാവും. അങ്ങനെ May 5 ഞാൻ വിസ ലോഡ് ചെയ്തു. 491 2025 അങ്ങനെ വെയിറ്റിംഗ് ആണ്. വെയിറ്റ് ചെയ്തു. 2 മാസമായി, 4 മാസമായി, 6 മാസമായി, 8 മാസമായി, 10 മാസവും കഴിഞ്ഞു. 12ാമത്തെ മാസം കറക്റ്റ് 1 year 2026 May 6 വിസ ഗ്രാൻഡായി. ഇപ്പം 2026 June 15 ഓസ്ട്രേലിയയിലെത്തി. ഇപ്പോൾ ഒരു ജോബൊക്കെ സെറ്റായി. അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നേഴ്സായിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്ത് വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മീൻസ് ഇപ്പോഴും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. നിങ്ങൾ ആരും പുറകോട്ട് പോകരുത്, മുമ്പോട്ട് തന്നെ പോവുക. കീപ്പ് ഗോയിങ്. എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ ഡേ വരും. അന്ന് ഉറപ്പായിട്ടും നമുക്ക് വിജയിക്കാൻ പറ്റും. ഒരു കാരണവശാലും ഡിപ്രഷനിൽ പോകരുത്, തളർന്നു പോകരുത്. ഒന്നും ആകാൻ പറ്റുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. പറ്റും, നമുക്കും ഉണ്ട് ഒരു ദിവസം. സോ കീപ്പ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ്.